അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നസറേനായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന പീരീഡായിരിക്കുന്ന സമയങ്ങളിൽ ഒന്നിൽ ആ സമയത്തിൽ ഒരു സമയത്ത്, അതായത് ക്രൂശുമരണത്തിന് തൊട്ട് മുമ്പുള്ള സമയത്തിൽ കർത്താവാകുന്ന യേശു ശിഷ്യന്മാരോട് അന്ത്യത്താഴ ശുശ്രൂഷയ്ക്ക് ശേഷം ചില ഉപദേശങ്ങൾ അവരോട് സംസാരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാകുന്നു. ഈ വചനങ്ങളെല്ലാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ച് കൊണ്ടിരിക്കെ പറഞ്ഞ വേദവചനമാണ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനെയാണ് കർത്താവായ ദൈവം ഇവിടെ നിങ്ങൾ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള ഏതൊരു വ്യക്തിയും ശിഷ്യനായി തീരണമെങ്കിൽ തിരുവെഴുത്തിൻ പ്രകാരം പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ സ്നാനപ്പെടുത്തി ഞാൻ ഉപദേശിച്ച് പഠിപ്പിച്ചുകൊണ്ട്, 20-ാം വാക്യം, സകല ജാതിക്കാരെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവേൻ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 17 മുതൽ വായിക്കുമ്പോൾ, ബറയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. സ്വർഗരാജ്യത്തിലുള്ള താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടപ്പെട്ട് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിഞ്ഞ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇങ്ങനെ ദൈവിക വാക്തത്വം ലഭിച്ചതിന് ശേഷം ശീമോൻ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ദൈവസഭയ്ക്ക് ഒരു അടിസ്ഥാനമിട്ടു. ഈ അടിസ്ഥാനത്തിന്മേൽ നിൽക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ അഥവാ അപ്പോസ്തലന്മാരാൽ ഈ ഭൂമിയിൽ സ്ഥാപിതമായ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. ഈ ശിഷ്യന്മാരോടാണ് കർത്താവിന് സംസാരിപ്പാനുള്ളത്. അതുകൊണ്ടാണ് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവവചനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർക്ക് വേണ്ടി എഴുതിയതാണെന്ന് പല ക്ലിപ്പിലും ഞാൻ പറഞ്ഞിട്ടുള്ളത്. തെളിവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് ഒരു ഉയർന്ന മലമേൽ കയറി. ഒരുപാട് ജനം ഉണ്ടായിരുന്നെങ്കിലും ശിഷ്യന്മാരടുത്ത് വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് ശിഷ്യന്മാരോട് സംസാരിച്ചു തുടങ്ങി. കർത്താവാകുന്ന ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ തേമൊഴികൾ, വാമൊഴികൾ എപ്പോഴും ദൈവം ശിഷ്യന്മാർ കേൾക്കാൻ വേണ്ടിയാണ് അതിനെ കേന്ദ്രീകരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആ നാളിൽ ശിഷ്യന്മാരടുത്ത് വന്ന് സ്വർഗത്തിൽ ഏറ്റവും വലിയവനാരെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. ഇപ്പോൾ കർത്താവ് ഒരു ശിശുവിനെ തിരിച്ച് പിടിച്ചിട്ട് അവരുടെ നടുവിൽ നിർത്തി
നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ കടക്കില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇപ്രകാരം തന്നെത്താൻ താഴ്ത്തുന്ന ശിഷ്യന്മാർ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ എന്നും കൂടെ അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവാകുന്ന യേശുവിൻ്റെ ഉപദേശം എപ്പോഴും ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ദൈവം ഈ ഭൂമിയിൽ ആമേൻ അപ്പോസ്തോലന്മാരുടെ കരങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയാണ് യേശു ക്രിസ്തുവിൻ്റെ വഴി. ഈ വഴിയെ നമ്മൾ തിരഞ്ഞെടുത്ത് അപ്പോസ്തോലന്മാരുടെ ഉപദേശങ്ങൾ നമ്മൾ അനുസരിച്ച് വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് വേർപാട് ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന പദവിയാണ് ശിഷ്യൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശിഷ്യന്മാരും ഇരിക്കേണ്ടതാകുന്നു. അപ്പം കർത്താവിൻ്റെ ശിഷ്യന്മാർക്കാണ് കർത്താവ് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ യേശുക്രിസ്തു സ്ഥലം ഒരുക്കുന്നിടത്ത് പ്രവേശിക്കില്ല. യേശുക്രിസ്തു സ്ഥലം ഒരുക്കുന്ന സ്ഥലത്ത് ആരേ പ്രവേശിക്കുള്ളൂ? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മാത്രമേ പ്രവേശിക്കുള്ളൂ. ആരാണ് ശിഷ്യൻ? പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കുന്നവനാണ് ശിഷ്യൻ. പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കാത്തവൻ ശിഷ്യനാകില്ല. എന്തുകൊണ്ടാണ് പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കുന്നവൻ ശിഷ്യനാകുന്നത്? പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കുമ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം. മറിയുടെ ഗർഭപാത്രത്തിൽ നസറനായ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തപ്പോൾ അവളുടെ ഗർഭപാത്രത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് അത്യുന്നതിൻ്റെ ശക്തി നെല്ലിട്ട് ദൈവവചനം അവളുടെ ഹൃദയത്തിൽ അവളുടെ ഗർഭപാത്രത്തിൽ ഉരുവായി അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ദൈവപുത്രൻ. ഇതേപോലെ തന്നെ പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കുമ്പോൾ, അപ്പോസ്തോലിക ഉപദേശങ്ങൾ അനുസരിക്കുമ്പോൾ അത് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കുറയ്ക്കാതെ കൂട്ടാതെ, കുറയ്ക്കാനും പാടില്ല കൂട്ടാനും പാടില്ല, അതങ്ങനെ തന്നെ കുറയ്ക്കാതെയും കൂട്ടാതെ അനുസരിച്ച് കഴിയുമ്പോൾ സ്വർഗസ്വനായ പിതാവ് അത് കണ്ട് പ്രസാദിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുന്ന വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് അയക്കും. അപ്പോൾ ആ വ്യക്തി വീണ്ടും ജനിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് സ്നാനപ്പെടുത്താത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവ് അയക്കപ്പെടാതെ ആ വ്യക്തി വീണ്ടും ജന്മം പ്രാപിക്കുകയില്ല. വീണ്ടും ജന്മം പ്രാപിക്കാത്ത ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് യേശുക്രിസ്തു സ്ഥലമൊരുക്കുന്നില്ല. യേശുക്രിസ്തു സ്ഥലമൊരുക്കി തീർന്നിട്ട് മധ്യാകാശത്തോണ്ട് ഇവിടെ കയറി വരുവീനെന്ന് വിളിക്കുമ്പോൾ പത്രോസിൻ്റെ ഉപദേശപ്രകാരം മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഏതൊരു വ്യക്തിക്കും റാപ്ചർ ഉണ്ടാകില്ല. അവർക്ക് യേശുക്രിസ്തു ഒരുക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാനും പറ്റില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാകണം. ആരാണ് ശിഷ്യൻ? പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെടുന്നവനാണ് ശിഷ്യൻ. പരിശുദ്ധാത്മാവ് ഏതൊരു ഹൃദയത്തിൽ ജനിക്കുന്നുവോ ആ ഹൃദയത്തിന്മേൽ അവരുടെ ആത്മാവ് ജനിക്കും.
അങ്ങനെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവനാണ് ശിഷ്യൻ. അതായത് പരിശുദ്ധാത്മാവ് അഥവാ യേശു ക്രിസ്തു ഏതൊരു വ്യക്തിയിൽ വീണ്ടും ജനിക്കുന്നുവോ ആ വ്യക്തിയാണ് ദൈവത്തിൻ്റെ ശിഷ്യൻ. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. എൻ്റെ ശിഷ്യൻ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്തനുസരിച്ച് യേശു ക്രിസ്തു സ്വന്തമെന്ന് പറയുന്ന ശിഷ്യൻ ഈ ശിഷ്യനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശുദ്ധ തിരുവെഴുത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, ഒരുവൻ എന്നിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഒരു വ്യക്തി യേശു ക്രിസ്തുവിലാകണം, യേശു ക്രിസ്തു അവനിൽ ജനിക്കണം. ഇതാണ് അതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി യേശു ക്രിസ്തുവിലാകണം, ആ വ്യക്തിയിൽ യേശു ക്രിസ്തു ജനിക്കണം. ഒരു വ്യക്തി യേശുവിനെ കർത്താവും രക്ഷിതാവുമായ ഹൃദയത്തിൽ സ്വീകരിക്കണം, ആ വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. റൂട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നല്ലോ. ഏതൊരു വ്യക്തിയായാലും ദൈവത്തിൻ്റെതായി തീരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശു ക്രിസ്തു ആ വ്യക്തിയിൽ ജനിക്കണം. ഇത് രണ്ടും നടക്കണം. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയട്ടെ എൻ്റെ പ്രിയരെ, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ഈ ഭൂമിയിലുള്ള ഏതൊരു വ്യക്തിയായാലും, സഹോദരനായാലും സഹോദരിയായാലും, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനം കേട്ട് പാവബോധം വന്നിട്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മാനസാന്തരം വന്നിട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു ക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്തിട്ടുള്ള ദൈവമക്കൾ വീണ്ടും പാവങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരുവൻ യേശു ക്രിസ്തുവിലാകുന്നു, യേശു ക്രിസ്തു അവനിൽ ജനിക്കുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും ആയാൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പദവിയാണ് ശിഷ്യൻ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഇരിക്കുന്ന ജീവിക്കുന്ന ശിഷ്യൻ ഭൂമിയിൽ വെച്ച് എന്തിച്ഛിച്ചാലും നസറനായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം അത് നമുക്ക് തരും. ദൈവത്തിൽ നിന്ന് ജീവനായത് അധികമായി പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതങ്ങളെ, ദൈവജനമേ, എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ അനുഗ്രഹ അനുഭവങ്ങൾ പ്രാപിച്ച് ഈ ഭൂമിയിലും ദൈവഹിതത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കണമെന്ന് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിളിയെക്കുറിച്ച് ദൈവവചനം പറയുന്നത്, നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഈ വൻ കാര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കാനുള്ള കാരണം? നമ്മൾ ദൈവത്തിൻ്റെതായതുകൊണ്ടാണ്. ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ പഴയ നിയമത്തിലുള്ള പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കർത്താവാകുന്ന ദൈവം ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ദൈവത്തിന് മഹത്വം വരാത്ത ഒരു കാര്യവും ചെയ്യുന്നില്ല. ദൈവം ഏത് കാര്യം ചെയ്താലും ദൈവത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ദൈവത്തിനു വേണ്ടി ദൈവം ചെയ്യണമെങ്കിൽ പ്രിയരെ, നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമായാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ആരംഭിക്കും. ഈ ഭൂമിയിൽ നമ്മളുടെ ദൈവം നമ്മളിൽ മഹത്വപ്പെടുന്നതോടൊപ്പം സ്വർഗത്തിലും മഹത്വപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ കർത്താവാകുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ കൊലോസ്യ ലേഖനം 1:18 പറയുന്നത്, അവൻ, അതായത് നമ്മുടെ കർത്താവ്, അവൻ്റെ ശരീരമെന്ന സഭയുടെ ശിരസ്സാകുന്നു. അതായത് നമ്മുടെ തലയാകുന്ന നസറനായ യേശു ക്രിസ്തുവിൻ്റെ ഉടലാകുന്നു നമ്മൾ. ഞാൻ എക്സാമ്പിൾ പറയട്ടെ.
ഇസഹാക്കിൻ്റെ ശിരസ് ഇസഹാക്കാണെങ്കിൽ ഉടലും ഇസഹാക്കല്ലേ? യാക്കോബിൻ്റെ ശിരസ് യാക്കോബാണെങ്കിൽ ഉടലും യാക്കോബല്ലേ? നമ്മുടെ നാട്ടിൽ അബ്രഹാമിൻ്റെ ശിരസ് അബ്രഹാമാണെങ്കിൽ അബ്രഹാമിൻ്റെ ശരീരവും അബ്രഹാമല്ലേ? അല്ലേ? മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ശിരസ് മാത്യൂസ് ആണെങ്കിൽ ഉടലും മാത്യൂസ് അല്ലേ? അങ്ങനെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ തലയാകുന്ന യേശു ക്രിസ്തുവിൻ്റെ, നമ്മുടെ തലയാകുന്നവൻ്റെ പേരായ യേശു ക്രിസ്തു എന്നത് അവൻ്റെ തലയുടെ മാത്രം പേരായ പോരാ, അവൻ്റെ ഉടലിൻ്റെയും പേരാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിർണയമായിരിക്കുന്നത് കൊണ്ടാണ് ദൈവം പത്രോസ് മുഖാന്തരം ഇങ്ങനെ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ തലയും യേശു ക്രിസ്തു എന്നാണ്, ഉടലും യേശു ക്രിസ്തുവിലാണ്. ഉടലിലെ ഓരോ അവയവങ്ങളും യേശു ക്രിസ്തു എന്ന പേരെഴുതുന്ന പ്രവൃത്തിയാണ് കൃപായുഗം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, കർത്താവിൻ്റെ ശിരസിന്, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ശിരസിന് യേശു ക്രിസ്തു എന്ന പേര് ദൈവത്താൽ സ്ഥാപിതമായതുപോലെ. എങ്ങനെ സ്ഥാപിതമായത്? മറിയ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു എന്നുള്ള തെറ്റാണ്. മറിയ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു. ആ ശരീരത്തിന് യേശു എന്ന് പേരിട്ടു. ആ ശരീരത്തെ യോർദാനിൽ യോഹന്നാൻ്റെ കര ആ ശരീരം സ്നാനപ്പെട്ടപ്പോൾ ആ ശരീരത്തെ ദൈവം അഭിഷേകം ചെയ്തു. അങ്ങനെ യേശു ക്രിസ്തുവായി. ആകയാൽ അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നായി. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കേൾക്കാനിടയായി തീർന്നു. അദ്ദേഹം പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴേ ക്രിസ്തുവായി എന്ന്. എൻ്റെ പ്രിയരെ, അങ്ങനെയല്ല. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷക്തൻ എന്നാണ്. ദൈവം എന്നാണ് യേശുവിനെ അഭിഷേകം ചെയ്ത് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്? അല്ലല്ലോ. യോർദാനിൽ യോഹന്നാൻ്റെ കരങ്ങൾ സ്നാനപ്പെട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ ഇറങ്ങി വന്നത്, അവനെ അഭിഷേകം ചെയ്തത്. അതാരേ കണ്ടുള്ളൂ? യോഹന്നാൻ സ്നാപകൻ മാത്രമേ കണ്ടുള്ളൂ പരിശുദ്ധാത്മാവ് പ്രാവെന്നിറങ്ങി വന്നത്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എൻ്റെ ബൈബിളിൽ എങ്ങനെ, നിങ്ങളുടെ ബൈബിളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കും നീ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം യോർദാൻ്റെ കരയിൽ വെച്ചാണ് ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തത്. അപ്പോൾ യേശുവിൻ്റെ പേരെന്തായി തീർന്നു? യേശു ക്രിസ്തു എന്നായി. അത് യേശു ക്രിസ്തു എന്നത് അവൻ്റെ പേരാണ്. അത് അവൻ്റെ ശിരസിൻ്റെയും പേരാണ്, ഉടലിൻ്റെയും പേരാണ്. നാമോ, ദൈവസഭയോ അവൻ്റെ ഉടലാകുന്നു. അവൻ്റെ ശരീരമെന്ന സഭയാകുന്നു നമ്മൾ. അവൻ്റെ ശരീരമെന്ന സഭയാകുന്നത് കൊണ്ട് നമ്മുടെ ശിരസ്സായവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അങ്ങനെയെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും എന്ത് ദൈവം പേരിട്ട് കൊടുക്കുന്നു? യേശു ക്രിസ്തു എന്ന പേര്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പത്രോസിൻ്റെ ഉപദേശപ്രകാരം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കൂ എന്നുള്ള ദൈവിക വാഗ്ദത്തം അനുസരിച്ച്, അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ഏതൊരു വ്യക്തി ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു സ്നാപകൻ സ്നാനപ്പെടുത്തിയ ഒരു വ്യക്തിയെ, ആമേൻ, ഭൂമിയിൽ ദൈവത്തിൻ്റെ കൽപ്പന പൂർത്തീകരിക്കുന്നു. ആ സമയത്ത് ആ വ്യക്തിക്ക് പാപമോചനം ലഭിക്കുന്നു. ഒന്നാമത്തെ ഫലം യേശു ക്രിസ്തു സ്നാനപ്പെടുന്നതിനുള്ള ഗുണം. ഒന്നാമത്തത് പാപമോചനം ലഭിക്കുന്നു. രണ്ടാമത്തത് ആ വ്യക്തി യേശു ക്രിസ്തുവിനോട് ചേരുന്നു. മൂന്നാമത്തത് ആ വ്യക്തി യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു. ഇത് 3 മാസത്തേക്ക് നടക്കുന്നത്. 1, പാവമോചനം ലഭിക്കുന്നു. 2, യേശു ക്രിസ്തുവിനോട് ചേരുന്നു. 3, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു. പാവമോചനം പ്രാപിക്കുന്ന സമയത്ത് മാത്രമാണ്, പാവമോചനം ലഭിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന യേശു ക്രിസ്തുവിനെ ഈ വ്യക്തിയിലേക്ക് അയക്കപ്പെടുത്തുള്ളൂ. പ്രിയരെ,
ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം എനിക്ക് തന്ന വെളിപ്പാട് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. പ്രിയരേ, സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് സ്നാപകൻ എന്നെ സ്നാനപ്പെടുത്താതിരുന്നാൽ എനിക്ക് പാവമോചനം ലഭിക്കില്ല. പാവമോചനം ലഭിക്കാത്തൊരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം വീണ്ടും ജനനത്തിന് അയക്കത്തില്ല. കാരണം ഈ ശരീരം ജനിച്ചത് പാപത്തിലാണ്. 119 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് പാപത്താലാണ്. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ അഭിപ്രായത്തിൽ പ്രകാരം ദാവീദിൻ്റെ അമ്മ അവൻ്റെ അപ്പനായ ഈശായിയിൽ നിന്നുള്ള പാപത്തെ ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം ജനിച്ചത്, ജഡത്തിൽ. ആകയാൽ നമ്മിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് പ്രവേശിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പാപത്തിന് മോചനം വരണം. ആ പാപമോചനത്തിന് ദൈവം ഒരു നിയമമേ വെച്ചിട്ടുള്ളൂ: യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ സ്നാപകൻ എന്നെയും നിങ്ങളെയും സ്നാനപ്പെടുത്താത്തിടത്തോളം കാലം പാവമോചനം ലഭിച്ചിട്ടുമില്ല. പാവമോചനം ലഭിക്കാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും ജനനത്തിന് അയച്ചിട്ടുമില്ല. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുമില്ല. വീണ്ടും ജനനം പ്രാപിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് പൗരത്വം ഉണ്ടാകണമെങ്കിൽ, ഈ ഭൂമിയിൽ ജഡത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി സ്വർഗത്തിൽ പൗരത്വം ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തു എന്ന പേരിലൂടെ അല്ലാതെ പൗരത്വം ലഭിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പിരിഞ്ഞ്, യേശു ക്രിസ്തു എന്ന നാമം ഒഴികെ എൻ്റെ പ്രിയരെ ഈ ഭൂമിയിൽ ഒന്നും നേടാൻ പറ്റില്ല. സ്വർഗരാജ്യത്തിൻ്റെ അവകാശം പ്രാപിക്കണമോ? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, യേശു ക്രിസ്തു എന്ന പേരൊഴികെ നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു എന്ന പേരൊഴികെ നിങ്ങൾക്ക് നേടാമെന്ന് നിങ്ങൾ വാഞ്ചിച്ചാൽ അത് വെറുതെ ഉള്ള വാഞ്ചയാണ്. യെശയ്യാപ്രവചനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ഉശിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പുക സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാപ്രവാചകൻ കാണുകയാണ്. അവിടെ കർത്താവിൻ്റെ മുമ്പാകെ 6 ചിറകുകളുള്ള സറാഫുകളുണ്ട്. അവർ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് മുഖം മൂടി, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോഴും നിങ്ങളിത് കേൾക്കുമ്പോഴും സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷം സാറാഫുകളും കർത്താവിനെ നോക്കുമ്പോഴും കർത്താവിൻ്റെ പരിശുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? പ്രിയരെ, ഇതാണ് അതിൻ്റെ രഹസ്യം. ഈ ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തി ശുദ്ധീകരണം പ്രാപിക്കുന്നതോറും, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേർപാടും വിശുദ്ധിയും ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കും തോറും കർത്താവിനെ, അതായത് സാറാഫുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം ഒഴികെ പ്രവർത്തിക്കുന്ന സഹോദരൻ ആരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ, പ്രിയരെ, നിൻ്റെ പ്രവൃത്തി മുഖാന്തരം ദൈവം ദുഃഖിക്കുന്നതല്ലാതെ കർത്താവിൽ ഒരു പ്രത്യേകത ഉണ്ടാകുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വാക്കിനാലോ, കൊലോസ്യർ 3:17 വാക്കിനാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്ത് അവൻ മുഖാന്തരം പിതാവിന് മഹത്വം കൊടുക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെ പ്രവൃത്തി മുഖാന്തരമായിട്ട്
ശുശ്രൂഷ മുഖാന്തരമായിട്ട് അവൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സാറാഫുകൾക്ക് ഓരോ നിമിഷം നോക്കും തോറും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി ദൈവജനത്തിൻ്റെ ഇടയിൽ നടക്കും തോറും അവർക്ക് ഓരോ ദിവസം ഓരോ നിമിഷത്തിൻ്റെയും പുതുക്കം കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും. ആ പുതുക്കം കാണുമ്പോൾ അവർ പറയും, കർത്താവ് പരിശുദ്ധൻ, കർത്താവ് പരിശുദ്ധൻ, കർത്താവ് പരിശുദ്ധൻ, കർത്താവ് പരിശുദ്ധൻ. ഇങ്ങനെ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലരെ പഠിപ്പിക്കുന്നത് അവിടെ 3 വട്ടം എഴുതിയിട്ടുണ്ടെന്ന് 3 ദൈവത്തിനാന്ന്. എന്തോ കഷ്ടമാണെന്ന് പറ. ഹല്ലേലൂയ. അവിടെ 3 ആളുണ്ട്, 3 ദൈവത്തിന്, 3 ഈ 3 പ്രാവശ്യം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഓരോരുത്തരും പറയും. അവർ താഴെ എഴുതിയിട്ടുണ്ട്, അവർ വിശ്രമം കൂടാതെ എഴുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ശരിയായിരിക്കും, അവർ പറഞ്ഞ് ശരിയാകുമ്പോൾ ചിന്തിക്കായിരുന്നു. പ്രിയരെ, അങ്ങനെ 3 വട്ടം അവിടെ എഴുതിയെന്നേ ഉള്ളൂ. അവിടെ 3 ദൈവമില്ല. സർവശക്തൻ ഏകനാണ്. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. കർത്താവ് ആദ്യം 10 കൽപ്പന കൊടുത്ത ഇസ്രായേലിന്, ആദ്യമായിട്ട് 10 കൽപ്പന കൊടുത്ത നോക്കണം. ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവായി ഞാൻ 3 ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല, 30 ഉണ്ടെന്നും പറഞ്ഞില്ല. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്, ഞാൻ ഏക കർത്താവാകുന്നു. പ്രിയരെ, നമുക്കൊരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ചിലർക്ക് സംശയമുണ്ട്. സംശയമുള്ളവർക്ക് വേണ്ടി ഒരു വാക്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നിക്കോദോമസോട് യേശു പറയുകയാണ്, മനുഷ്യൻ എന്ന നിലയിൽ നിക്കോദോമസേ, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതേ സമയത്ത് ഞാൻ സ്വർഗസിംഹാസനത്തിൽ, എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുകയാണ്. നിങ്ങളുടെ പുസ്തകത്തിലുണ്ടെന്ന് വായിച്ചു നോക്കണം. എൻ്റെ പുസ്തകത്തിലുള്ളത് ഞാൻ പഠിക്കുന്നതായത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. നിക്കോദോമസിനോട് മനുഷ്യൻ എന്ന നിലയിൽ യേശു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ വേളയിൽ ഇതേ യേശു സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ മനുഷ്യപുത്രൻ എന്ന നിലയിലിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ 3 ആളുണ്ട്, 3 വ്യക്തിയുണ്ട്. ആമേൻ. 3-ൽ കൊട്ട് ഗുണിച്ചും ധരിച്ചും നടക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, 3-ലിട്ട് കൂട്ടിയും കുറച്ചും നടക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമേ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. പ്രിയരെ, ഇങ്ങനെ 3-ഉമില്ല 30-ഉമില്ല, ഒറ്റേ ഒരു ദൈവമാണ്. അവൻ സ്വർഗസിംഹാസനത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യനായി അവന് വെളിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദൈവമാകും? ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവത്തിന് പരിമിതിയില്ല. ദൈവം സർവശക്തനാണ്, അത്യുന്നതനാണ്. ദൈവം, ആമേൻ, ദൈവം മഹാദൈവമാണ് എന്നൊക്കെ നമ്മൾ വാതോരാതെ പറയുമ്പോഴും ദൈവത്തിന് സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ താനെന്ന നിലയിൽ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അതേ കർത്താവിന് ഭൂമിയിൽ മനുഷ്യനായി തൻ്റെ സ്വരൂപത്തിൽ വെളിപ്പെടാൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന സഹോദര, ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് കൊണ്ട് എത്രത്തോളം നീ ജീവിക്കാൻ പറ്റും? സ്വർഗത്തിലും ഭൂമിയിലും ആമേ സ്തോത്രം, ഒരുപാട് നാമങ്ങളും കർത്താക്കന്മാരുണ്ടെങ്കിലും എനിക്കൊരു ദൈവമേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ. അവൻ്റെ പേരാണ് നസ്രനായ യേശു ക്രിസ്തു. സ്വർഗത്തിലുള്ള അവൻ്റെ അഡ്രസ്സ് യേശു ക്രിസ്തു എന്നാണ്, ഭൂമിയിലുള്ളതാണ് നസ്രനായ യേശു ക്രിസ്തു എന്നുള്ളത്. പ്രിയരെ, ആകയാൽ കർത്താവായ ദൈവത്തെങ്കിലേക്ക് തിരിയുക, നമ്മൾ മനം തിരിയുക. സാറാഫുകൾ ഓരോരുത്തൻ ആമൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവൻ പരിശുദ്ധൻ 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 എന്നിങ്ങനെ അവൻ വിശ്രമം കൂടാതെ ആർത്തുകൊണ്ടിരിക്കുന്ന രഹസ്യം മനസ്സിലായല്ലോ ദൈവജനത്തിന്. അതെ, നമ്മൾ ഓരോ നിമിഷവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ, നമ്മുടെ വിശുദ്ധ ജീവിതം വർദ്ധിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തു സ്നാനപ്പെട്ടവൻ്റെ ജീവിതത്തിൽ കുറവുകൾ വരത്തില്ലെന്നല്ല. യേശു ക്രിസ്തു സ്നാനപ്പെട്ട എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് ദേവദാസനായ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 1-ാം ലേഖനത്തിന് 2-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്താലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കുണ്ട്. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ
സോറി, നമുക്ക് വേണ്ടി നിരന്തരം പക്ഷപാതം ചെയ്യുകയാണ്. ഇങ്ങനെ പക്ഷപാതം ചെയ്യുന്നുണ്ട്. സ്തോത്രം. അവൻ പരിശുദ്ധനെന്ന്, അവൻ്റെ പരിശുദ്ധി ഈ ഭൂമിയിലും സ്വർഗത്തിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സാറാവുകൾക്ക് വിശ്രമിക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും പരിശുദ്ധൻ നടക്കുമ്പോഴും വീണ്ടും അവർ കർത്താവിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ പരിശുദ്ധി ഭിന്നത്തതിൽ അധികമായി കാണാനിടയാവുന്നു. സോറി. പ്രിയരെ, ആകയാൽ ദൈവത്തിന് വേണ്ടി ദൈവഹിത പ്രകാരം ജീവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:7 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വാക്കുകളിൽ നിർത്തുകയാണ്. പ്രിയരെ, ഈ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ നാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് നാം യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്താൽ ധരിച്ച്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഈ ഭൂമിയിൽ ജീവിപ്പാൻ, യേശു ക്രിസ്തുവിൻ്റെ ശിരസ്സും യേശു ക്രിസ്തുവിൻ്റെ ഉടലും യേശു ക്രിസ്തു എന്ന പേരിൽ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന തോതിൽ അത് പ്രകാശപൂർണമായി തീരുവാൻ, ഹല്ലേലൂയ, ദൈവം നമ്മളിൽ അവൻ എങ്ങനെ മഹത്വപ്പെടണമെന്ന് ദൈവം യേശു ക്രിസ്തു മുഖാന്തരം ആഗ്രഹിക്കുന്നു. അതിലൊരു കുറവ് പോലും നമ്മുടെ ജീവിതത്തിൽ നാം മുഖാന്തരം വരുത്താതെ ദൈവം ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും ദൈവഹിത പ്രകാരം നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ച് കർത്താവാകുന്ന യേശുവിൽ ലയിക്കുവാൻ, കർത്താവും നമ്മളും ഒന്നായിത്തീരുവാൻ, ദൈവഹിത പ്രകാരം നമ്മൾ അനുഗ്രഹീതരായി തീരുവാൻ സർവശക്തൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.